9-ാം ദിവസം രാവിലെ 8 മണി. ബിഗ് ബോസ് മിട്ടു, ഈ ആഴ്ചയിലെ എലിവിഷം റൗണ്ടിലേക്ക് നിങ്ങൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ വ്യക്തിയുടെ പേരും വ്യക്തമായ കാരണവും പറയുക. ബിഗ് ബോസ് ഈ ആഴ്ചയിലെ എലിവിഷൻ റൗണ്ടിൽ മുയൽ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് മീ ഖൈസ് എന്ന ചാനലിലെ ഖൈസ് അണ്ണനെ ആണ്. കാരണം ഖൈസ് അണ്ണന് തീരെ നിലപാടില്ല. ഈ നിലപാടില്ലായ്മ കാരണം പുള്ളി പലപ്പോഴും എടുത്തു ചാടി വീഡിയോ റിയാക്ട് ചെയ്യാറുണ്ട്. അതിനുശേഷം എന്തെങ്കിലും ഇഷ്യൂ ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്നുകിൽ ടേക്ക് ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു അപ്പോളജി വീഡിയോയുമായി പിന്നീട് വരും. മാത്രമല്ല പുള്ളിക്ക് ഇവിടെ നടക്കുന്ന വലിയ അനീതികൾ കാണുന്നില്ല. കാണാതിരിക്കാൻ മനഃപൂർവ്വം കണ്ണടച്ചിരുട്ടാക്കും. അതായത് ഈസി ടാർഗറ്റായ സ്ത്രീകളെ മാത്രം, അതായത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ ഒരു പരിധി വിട്ട് ഖൈസ് അണ്ണൻ ആക്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തെറിയും സ്ത്രീ വിരുദ്ധതയും മാത്രം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ഈ സ്ത്രീയെ തൊടാൻ പോലും ഖൈസ് അണ്ണന് ഭയമാണ്. മിട്ടുവിന് തോന്നുന്നത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുമോ, ചാനൽ പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഖൈസ് അണ്ണൻ അവരെ റിയാക്ട് ചെയ്യാത്തത് എന്നാണ്. അതുകൊണ്ട് നിലപാടില്ലായ്മ, ഇരട്ടത്താപ്പ്, ഭയം എന്നീ കാരണങ്ങൾ കൊണ്ട് ഖൈസ് അണ്ണനെയാണ് ഈ വട്ടത്തെ എലിവിഷൻ റൗണ്ടിൽ മിട്ടു റോസ്റ്റ് ചെയ്യുന്നത്. മിട്ടു, നല്ല തീരുമാനം, നിങ്ങൾക്ക് പോകാം. താങ്ക് യു ബിഗ് ബോസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീക്കിൽ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഖൈസ് അണ്ണനെയാണ്. നമ്മുടെ ഖൈസ് അണ്ണൻ്റെ കോണ്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് പറയുവാണെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ പ്രഗ്നൻസി റിവീൽ, കല്യാണം, പ്രണയം, അവിഹിതം, പ്രസവം, പരദൂഷണം, ഏഷ്ണി, കുശുമ്പ്, കുന്നായ്മ, ഇതൊക്കെയാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ടി ഫാമിലിയിൽ പ്രസവത്തിന് ഇനി സാധ്യതയുണ്ടോ, മല്ലു ഫാമിലിയിൽ അവിഹിതം നടക്കുന്നുണ്ടോ, ബഷീറുടെ അടുക്കളയുടെ പിന്നാമ്പുറത്ത് പട്ടി അപ്പിയിട്ടോ, അഞ്ജിത നായരുടെ വീഡിയോ കണ്ട് ഞെട്ടാത്തവർ ആരൊക്കെ, ഉപ്പുമുളകൻ ലൈറ്റ് ഫാമിലിയിൽ മീൻകറിക്ക് ഉപ്പുണ്ടോ, അടിവസ്ത്രത്തിൽ പിറണ്ടത് വെറും കറയോ അതോ എങ്ങനെ, എല്ലാം കൂടെ ചേർന്ന് നല്ല ഇതായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ നാട്ടിലെ പരദൂഷണ കമ്മിറ്റി ചെയർപേഴ്സണായ ഖൈസ് അണ്ണനെ റോസ്റ്റ് ചെയ്യാൻ ഉള്ള ഇൻഗ്രീഡിയൻസ്: നിലപാട് 2 ടേബിൾ സ്പൂൺ, ചങ്കൂറ്റം 4 ടേബിൾ സ്പൂൺ. പ്രത്യേകം ശ്രദ്ധിക്കുക, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഉളുപ്പ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അതേ അളവിൽ ചേർത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള ഗ്രില്ല് തയ്യാറായി കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് 2 മണിക്കൂർ മുള്ളിത്താത്തയുടെ കണ്ണ് പറ്റാത്ത ഒരിടത്തേക്ക് മാറ്റി വെക്കണം. ഏകദേശം 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത ശേഷം ഖൈസിനെ ഗ്രില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, മൊയിലിൻ്റെ റോസ്റ്റ് ഇഷ്ടപ്പെട്ട മൊയിലിനെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.